ബുക്ക് കൊണ്ടുവരാൻ പറയും. ബുക്കിൽ സാർ നോക്കും. അപ്പം എത്രത്തോളം ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഇൻകം എത്രത്തോളം വന്നിട്ടുണ്ടാവുന്ന അയാൾക്ക് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സാറ് ആണല്ലോ ഇതിന്റെ എല്ലാവരോടും പറയും അത് എഴുതണേ, ഇടയ്ക്കിടയ്ക്ക് പറയും അവിടെ വന്നിട്ട് കൗണ്ടറിൽ പറഞ്ഞിട്ട് അവനവന്റെ കൂപ്പൺ അവനവൻ തന്നെ എഴുതിക്കോണേ, എല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട്, എഴുതിക്കോണേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിപ്പിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ബുക്ക് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും എന്നാൽ ഇതൊന്ന് എഴുതുമോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് എഴുതാൻ തരും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതും കേട്ടോ. അങ്ങനെ ആ ബുക്കിലെ ഒരുവിധ എൻട്രിയും പിന്നെ എൻ്റെ മാത്രം ഹാൻഡ് റൈറ്റിങ്ങാണ്. അങ്ങനെ എൻ്റെ ഇങ്ങനെ ഹാൻഡ് റൈറ്റിങ് കണ്ട് അപ്പോൾ സാറിന് അല്ലെങ്കിൽ മനസ്സിലാവും, ഓരോരോ പെന്നിൻ്റെ കളർ വരെ മാറ്റം ഉണ്ടാവും. ഇത്രയും നാളത്തെയും പ്രീവിയസ് പേജ് നോക്കുവാണെങ്കിൽ ഡിഫറെൻ്റ് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം പിന്നെയുണ്ട് ഒരു ദിവസം ഇങ്ങനെ സാർ ഇങ്ങനെ നോക്കുമ്പം എല്ലാം ഒരേ പോണത്തെ ഹാൻഡ് റൈറ്റിംഗ്. അപ്പം എന്നോട് ഞങ്ങളുടെ കൗണ്ടറിൽ ചോദിച്ചു, ആരാ ഈ ബുക്ക് സ്ഥിരമായിട്ട് എഴുതുന്നത് ഇപ്പോൾ എന്ന് ചോദിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു ഡാലിയാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഫൈൻ ഗുഡ് എന്ന് പറഞ്ഞിട്ട് സാർ അങ്ങ് പോയി. അപ്പം ഞാൻ ഗുഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താങ്ക് യു സാർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ഞാൻ ആബ്സെൻ്റ് ആയിരുന്നേ. ഞാൻ ആബ്സെൻ്റ് ആയി കഴിഞ്ഞപ്പം അന്ന് ആരും എഴുതിയില്ല. പിറ്റേ ദിവസം MD വന്നു, മാനേജറോട് വിളിച്ചു, ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ബുക്ക് കൊണ്ടു കൊടുത്തു. മാനേജർ MD നോക്കുമ്പോൾ ഒരു എൻട്രി ഇല്ല അതിനകത്ത്. എല്ലാവരും മറന്നുപോയി. എല്ലാവരും എന്ത് ചെയ്തു, എൻ്റെ ഡ്രോയറിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇടല. അതേപോലെ എല്ലാവരും അങ്ങോട്ട് ഇട്ടു. ആരെഴുതും എന്നൊന്നും അവരും നോക്കിയില്ല. എല്ലാം ആ ഡ്രോയറിൽ കൂപ്പൺ കിടന്നു. എന്നിട്ട് മാനേജറിനെ ചീത്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീത്ത. MD ഇതെന്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കിയില്ല, ഇന്നലത്തെ കൂപ്പണുകളൊക്കെ എവിടെ, ഇന്നലെ എത്ര മാത്രം സെയിൽ ചെയ്തു, എവിടെ കൂപ്പൺ എന്നൊക്കെ ചോദിച്ചു ആകെ മൊത്തം സീനായി. അപ്പോൾ മാനേജർ ആകെ വിഷമിച്ച് വന്നിട്ട് കൗണ്ടറിൽ വന്നിട്ട് ചോദിച്ചു എന്തുകൊണ്ട് ഇന്നലെ എഴുതിയില്ല. അപ്പോൾ ഇന്നലെ ഡാലി ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ 2 ദിവസം കണ്ട് ആബ്സെൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഡാലി ഇവിടെ ആബ്സെൻ്റ് ആണെങ്കിൽ ഇവിടെ ഒരു കാര്യങ്ങളോ ആരും ചെയ്യത്തില്ല എന്നൊക്കെ ചോദിച്ച് എല്ലാവരെയും ഫയർ ചെയ്തു മാനേജർ. പിറ്റേ ദിവസം ഞാൻ വന്നു, ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പം അന്ന് നമുക്ക് ഫോൺ കോളുകളൊന്നും ഇല്ല. അപ്പം അവിടെ വന്നപ്പം പിന്നെ ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഡ്രോവർ തുറന്നപ്പോഴത്തേക്കും ഉണ്ട് അതിനുള്ളിൽ മൊത്തം കൂപ്പൺ. ഞാൻ ചോദിച്ചു ഇതെന്താ, അപ്പോൾ എഴുതിയില്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ ഞാൻ അതങ്ങോട്ട് എഴുതി. അപ്പോൾ ഇവരാരും എന്നോട് പറയുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നൊന്നും ആരും പറയുന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ആ കൂപ്പൺ എല്ലാം മൊത്തം ഇരുന്ന് എഴുതുവാ. അങ്ങനെ എഴുതി എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കൊണ്ട് ഞാൻ അങ്ങ് എഴുതി തീർത്തു എൻ്റെ മാനേജർ അന്ന് ഒരു 11:30 ആയപ്പോഴാണ് വന്നേ. മാനേജർ വരുമ്പം പിന്നെ ഞാനൊരു ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. എഴുതിക്കൊണ്ടിരുന്നപ്പോൾ സാറിനോട് പറഞ്ഞു, ഹായ് ഡാലിയ എത്തിയോ? ഞാൻ യെസ് സാർ വന്നല്ലോ. ഡാലിയ പിന്നെ എന്തെടുക്കുവാന്ന് ചോദിച്ചു. അപ്പോൾ സാർ ഈ രജിസ്റ്റർ ബുക്കും പിന്നെ കുറേ കൂപ്പൺ വെച്ചാൽ എന്താ ഞാൻ അത് സാർ ഇന്നലെ കൂപ്പണിന് എഴുതിയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് സാർ എൻ്റെ നിന്ന് ബുക്ക് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇന്നലത്തെ ഡേറ്റ് ഇട്ടിട്ട് ഞാൻ മൊത്തം എനിക്കൊന്നൊരു 3 പേജെങ്കിലും ഉണ്ടാവും. അത് മൊത്തം ഞാൻ ഇരുന്ന് എഴുതുക. വലിയ രജിസ്റ്റർ. അപ്പോൾ സാർ അതിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, യു സോ ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു സാർ എന്ന് പറഞ്ഞു. അവിടെ ഞാൻ താങ്ക് യു പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി എനിക്ക് വന്നു അത്. എന്നിട്ട് സാറ് പോയി പിന്നെ രജിസ്റ്റർ എല്ലാം റെഡിയാക്കി അന്നത്തെ രജിസ്റ്ററും ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞ് സാർ ഇങ്ങനെ നോക്കി എല്ലാം ഓക്കെ ഫൈൻ അപ്പം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ തൊട്ടടുത്തിരുന്ന ഫ്രണ്ട് പറഞ്ഞു, എടി ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ ആണോ, അയ്യോ നിങ്ങൾ ആരും എഴുതിയില്ലേ? അപ്പോൾ പറഞ്ഞു ഇല്ലടി ആരും എഴുതിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം പിന്നെ അവിടെ നമ്മുടെ ഞങ്ങളുടെ സൂപ്പർവൈസർ ഉണ്ട്. ഞാൻ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനൊക്കെ ആദ്യം പഠിപ്പിച്ചത് ഞങ്ങളുടെ സൂപ്പർവൈസറാണ്. മാനേജറുടെ കാലം താഴെ എൻ്റെ മേലെ സൂപ്പർവൈസർ ഉണ്ട്. അപ്പോൾ സൂപ്പർവൈസർ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ച് തരുമ്പോൾ ഞാൻ താങ്ക് യു എന്ന് പറയും. ലിയോ എന്നങ്ങാണ്ട് ഒരു പേര് ഉള്ള ഒരു പയ്യൻ ലിയോട് പറയും താങ്ക് യു ലിയോ എന്ന് പറയും. അങ്ങനെ ലിയോ പിന്നെ അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ താങ്ക് യു പറഞ്ഞപ്പോഴേ എൻ്റെ അടുത്തിരുന്ന ആ പെങ്കുച്ചിനോട് പറഞ്ഞു, കേട്ട് പഠിക്ക്, നിന്നെ ഞാൻ എന്തോരം പഠിപ്പിച്ച് തന്നാ, നിനക്കൊരു താങ്ക്സ് പറയാൻ വേണ്ടി തോന്നിയോ? അപ്പോൾ ഇവക്ക് ഞാൻ വളരെ കുറച്ചേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. പക്ഷേ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഉടനെ ഒരു താങ്ക് യു ഒക്കെ പറയും. അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്ന് പറയും. അപ്പോൾ അവൾ പറയും, നീ താങ്ക് യു പറഞ്ഞിട്ട് എല്ലാവരെയും മണി അടിച്ചോണ്ടിരുന്നോ എന്ന് പറയും. ഞാൻ പറഞ്ഞു നിനക്കും താങ്ക് യു പറഞ്ഞൂടെ, നിനക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമ്പം നിനക്ക് എന്താ താങ്ക് യു പറഞ്ഞാൽ കുഴപ്പം? പിന്നെ താങ്ക് യു പറഞ്ഞു എന്ന് പറയും അവള്. അപ്പം അങ്ങനെ കുറച്ച് നാളുകളെല്ലാം കഴിഞ്ഞു. ഞാൻ ഒത്തിരി സാറിനോട് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഈ സാറിനോട്, മാനേജറാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്,
ഞാൻ മനോരോട് ചോദിച്ചു, സാറേ പിന്നെ എന്തെങ്കിലും വിസ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ലടാ ഒരു വിസയില്ല, എല്ലാം ഈ ഹൗസ് മെയ്ഡിൻ്റെ വിസയാ, നമുക്ക് നല്ല വിസ വരട്ടെ കേട്ടോ, നമുക്ക് എന്തായാലും നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എന്താ പറയുക, എനിക്ക് ഒരു 1.5 വർഷത്തോളം ഞാൻ ആ ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തു. അങ്ങനെയുണ്ട്. ഒരു ദിവസം ഞാൻ വന്ന സമയത്ത് എന്നോട് ഈ മാനേജർ പറയുന്നു, നാളെ മുതൽ നിനക്ക് ഇവിടെ ജോലിയില്ല, എന്നാൽ നാളെ മുതൽ നീ വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ സാറിന് ചോദിച്ചു. അപ്പോൾ ഒരു കാർഡ് എടുത്ത് വന്നിട്ട് പറഞ്ഞു, നാളെ നീ എയർപോർട്ടിൽ ജോയിൻ ചെയ്തോ, മോദിലിഫ്റ്റ് എയർലൈൻസിൽ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ഹോസ്റ്റലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു എയർപോർട്ടിൽ. അപ്പം എയർപോർട്ടിലാകുമ്പം ഫ്ലൈറ്റിനകത്ത് പുറത്തേക്ക് പോകുന്നവരെല്ലാം ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ കിട്ടും, ഏജൻസി ഇവിടെയല്ലേ, ഇവർക്ക് അറിയത്തില്ലല്ലോ. അപ്പം എയർപോർട്ടിൽ ചോദിച്ചാൽ കിട്ടും എന്നുള്ള ഒരു വിചാരമാണ് എൻ്റെ കൊച്ചു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തേ, എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ എനിക്ക് ജോലി കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് എല്ലാവരോടും ചോദിക്കാമായിരുന്നു, എനിക്ക് പുറത്തേക്ക് പോകുമായിരുന്നു എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ആണോ സാർ, താങ്ക് യു സോ മച്ച് സാർ എന്ന് പറഞ്ഞേ. ഓക്കെ എന്ന് പറഞ്ഞ് സാർ അങ്ങനെയിട്ട് പോയി. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ ഈ സാറ് തന്ന ഈ കാർഡുമായിട്ട് അവിടെ ചെന്നു. ഞാൻ മോദിലിഫ്റ്റ് എയർലൈൻസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എയർപോർട്ടിലാണ്, അത് കൗണ്ടറിലല്ല, 2 സ്ഥലത്തുണ്ട്, ഓഫീസിലും ഉണ്ട് എയർപോർട്ടിലും ഉണ്ട്, 2 കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓഫീസിലും അല്ല കിട്ടിയത്, എനിക്ക് എയർപോർട്ടിലെ കൗണ്ടറിലാണ് കിട്ടിയത്, കൗണ്ടറിലല്ല ബാക്ക് ഓഫീസിലാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ ബാക്ക് ഓഫീസിൽ വെച്ചാൽ അവിടെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഒരാളെ വേണം. പിന്നെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഡയറക്റ്റ് പാസഞ്ചേഴ്സ് വരും. ഡയറക്റ്റ് പാസഞ്ചേഴ്സ് വന്നിട്ട് അവിടുന്ന് ടിക്കറ്റ് ഡയറക്റ്റ് വാങ്ങിച്ചിട്ട് പോകും. അതായത് ഇപ്പം എമർജൻസിയിൽ വരുന്നവരെല്ലാം എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചു പോകുന്നവർ, അവർ ട്രാവൽ ഏജൻസി വന്നിട്ട് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് പോകാൻ നിൽക്കില്ല, അവർ എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട്, അപ്പോൾ ഫുൾ പൈസ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഞാൻ അവിടെ സന്തോഷത്തോടെ അവിടെ ജോയിൻ ചെയ്തു കേട്ടോ. അങ്ങനെ എൻ്റെ സ്വപ്നങ്ങളുടെ തുടക്കം ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ എയർപോർട്ടിൽ ജോയിൻ ചെയ്തു. എയർപോർട്ടിൽ ജോയിൻ ചെയ്തിട്ട് ടിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കുമ്പം ഈ ടിക്കറ്റ് ബാക്ക് ഓഫീസിൽ, അതായത് ഫ്രണ്ട് സൈഡിലെ കൗണ്ടറിലല്ല, ഓഫീസിൽ എയർപോർട്ടിലുള്ള ഒരു ഓഫീസുണ്ട്. മോദിലിഫ്റ്റ് എല്ലാ എയർലൈൻസിനും എയർപോർട്ടിൽ ഒരു ഓഫീസ് ഉണ്ടാവും. അങ്ങനെ ആ ഓഫീസിൽ ഞാൻ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഞാൻ റൺവേയിൽ പോകണം. അങ്ങനെ ഞാൻ മിയാഡ്സ് ലോഞ്ചിൽ പോകണം. മിയാഡ്സ് ലോഞ്ചിൽ അതിനുശേഷമാണ് ഈ മിയാഡ്സ് ലോഞ്ചിൽ നിന്ന് ഈ VIP ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെയും കൊണ്ട് വേണം എനിക്ക് റൺവേയിൽ പോയിട്ട് ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് കയറ്റി വിടുന്നിടം വരെ അവരെ നമ്മളൊന്ന് അക്കമ്പനി ചെയ്യണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഉള്ള VIP മുഴുവനും വരുന്ന സ്ഥലം എവിടെയാണ്? മിയാഡ്സ് ലോഞ്ചിലല്ലേ. അപ്പോൾ നമ്മളെ ട്രാവൽ ചെയ്യുന്നതിലെ എല്ലാ VIP നമ്മളുടെ മിയാഡ്സ് ലോഞ്ചിൽ വരും. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും വേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കോഫി കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത്, അപ്പം എനിക്ക് അവരുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. നമുക്ക് നെയിം ബോർഡും നമ്മൾ സ്റ്റാഫാണല്ലോ, ഒഫീഷ്യലി നമ്മൾ ആ ഒരു സ്റ്റാഫ് എന്നുള്ള റെസ്പെക്റ്റ് ഇവരൊക്കെ തരുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ അധികം ഫിലിം സ്റ്റാർസിനെയൊക്കെ കണ്ടിട്ടുണ്ട്, എന്താ പറയുക, കുറേ പേരെ കണ്ടിട്ടുണ്ട്. അത് മിയാഡ്സ് ലോഞ്ചിലേക്ക് വരുന്ന എല്ലാ VIP ഞാൻ കാണലുണ്ട്, എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഈ ഫിലിം സ്റ്റാർസ് ഒക്കെ ആയിരുന്നു മിക്കവാറും അന്ന് കൂടുതൽ വരിക. അല്ലാണ്ട് ജോലിയുള്ളവരൊന്നും ഈ മിയാഡ്സ് ലോഞ്ചിലേക്ക് വരത്തില്ല. അവർ സാധാരണ കൗണ്ടറില്ല, സാധാരണ വിസിറ്റേഴ്സ് ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കല്. അപ്പോൾ ഈ VIP എന്ന് പറയുന്നത് ഫിലിം സ്റ്റാർസ് ഒക്കെ അല്ലേ, ഇവരുടെ അടുത്ത് ഞാനെന്ത് ചോദിക്കാനാ? എന്നാൽ പോലും ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങോട്ടോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ ഫ്ലൈറ്റ് കാലിക്കറ്റ് ടു ബോംബെ, പിന്നെ കാലിക്കറ്റ് ടു മദ്രാസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ കാലിക്കറ്റ് മദ്രാസാണ് VIP എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ എന്നാൽ പോലും ഞാൻ അവരോടൊക്കെ ചോദിക്കും, എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പറയണേ, എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, ഞാൻ പുറത്തേക്ക് വരാൻ ഞാൻ റെഡിയാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ മിക്കവാറും ആൾക്കാർ പറയില്ല, ഞങ്ങൾ പുറത്തുമായിട്ട് അങ്ങനെ അധികം ഇൻട്രാക്ഷൻ ഇല്ല, ഞങ്ങൾ മദ്രാസിൽ ആണ് ഷൂട്ടിംഗ് ഒക്കെ അവിടെയാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം പാർവതി ജയറാം അവരെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി പാർവതി ജയറാം അവർ മദ്രാസിന് പോകുമായിരുന്നു, അന്ന് കാളിദാസ് ഇല്ല.
അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പാർവതീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാർവതി മാമിൻ്റെ ജയറാമിൻ്റെ പാർവതി മാമിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ എടുത്തു വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് പിന്നെ പാർവതി മാം ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ഒരു പിന്നെ വനിതയിലെങ്ങാണ്ട് വന്ന കുറേ ഫോട്ടോസ് ആ ഒരു കളക്ഷൻ തന്നെ എടുത്തു വെക്കുമായിരുന്നു. എനിക്ക് അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരങ്ങളിൽ ഒരാൾ പാർവതി മാമായിരുന്നു, പിന്നെ മഞ്ജു വാര്യറും ആയിരുന്നു. അങ്ങനെ ഇവരെ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പാർവതി മാമിനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, പിന്നെ മമ്മുക്കോയ, ഇന്ദ്രൻസ്, പിന്നെ വിജയരാഘവൻ, ലാലേട്ടൻ പക്ഷേങ്കിൽ ആ ഒരു അവസാന സമയത്ത് വന്ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് സും എന്ന് പറഞ്ഞങ്ങ് പോയി. അത് ലാസ്റ്റ് മിനിറ്റിൽ വന്നതുകൊണ്ട് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. പുള്ളീനെ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ. പിന്നെ അങ്ങനെ എന്താ പറയുക, എന്നാലും ഞാൻ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞില്ലേ മോഡൽ ഓഫ് ദി എയർലൈൻസിലുണ്ടായിരുന്ന ഒരു കുട്ടീൻ്റെ ഹോസ്റ്റലിലുണ്ടായിരുന്നെന്ന്. അപ്പോൾ അവളുടെ കൂടെയാണ് ഞാൻ പിന്നെ പോക്കും വരും ഒക്കെ. അങ്ങനെ ഒരു ദിവസം ഞാൻ പിന്നെ കൗണ്ടറിൽ നിന്ന് ഇടയ്ക്ക് എന്നെ വിളിക്കും. കാരണം ചില ഹിന്ദി അറിയാവുന്ന പാസഞ്ചേഴ്സ് വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഹിന്ദി മനസ്സിലാവുന്നില്ല. അപ്പോൾ കൗണ്ടറിൽ ഇരുന്ന കുട്ടി എന്നെ അന്ന് വാക്കി ടോക്കിയാണ് ഉള്ളത്. അപ്പോൾ വാക്കി ടോക്കിയിൽ വിളിച്ചിട്ട് പറയും, എടി ഇയാൾ എന്താ പറയുന്നതെന്ന് കേൾക്കുമോ, ഹിന്ദി മാത്രമേ ആൾക്ക് അറിയുള്ളൂ, ഇംഗ്ലീഷും അറിയില്ല, മലയാളവും അറിയില്ല, എവിടുന്നാ വന്നേ ആർക്കറിയാം. എന്നിട്ട് ഇങ്ങനെ അപ്പോൾ ഞാൻ പറയും, നീ ഒന്ന് വാക്കി ടോക്കിയിലൂടെ അയാൾ സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. അയാൾ പറയുന്നത് എക്സസ് ബാഗേജിൻ്റെ കാര്യമായിരുന്നു. ബാഗേജ് തോ ജ്യാദാ ഹേ തോ മുझे വാപ്പസ് ദേ ദേ, അങ്ങനെയാ പുള്ളി പറയുന്നത്. പിന്നെ പേയ്മെന്റ് ചെയ്യാൻ അയാൾ റെഡിയല്ല. ഹീസ് നോട്ട് റെഡി ടു പേ ദ എക്സസ് ബാഗേജ് ആൻഡ് കിത്തന ജ്യാദാ ഹേ ഓ മുझे വാപ്പസ് ദേ ദീജിയെ, എത്രയാണോ അധികമുള്ളൂ അതെനിക്ക് തിരിച്ചു താന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അപ്പോൾ അവളിങ്ങനെ വിളിക്കുമ്പോൾ ഞാനങ്ങനെ അവൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഹിന്ദിയൊക്കെ. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ എയർപോർട്ട് മാനേജർ പിന്നെ ഒരു മാം ആയിരുന്നു. അപ്പം മാം എന്നോട് ചോദിച്ചു, അല്ല പിന്നെ നിനക്ക് നന്നായിട്ട് ഹിന്ദി പറയാൻ അറിയാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ മാം എനിക്ക് ഹിന്ദി അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു, മാമ അയ്യോ നീ നന്നായിട്ട് ഹിന്ദി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്ക് യു മാം, ഞാൻ ഹിന്ദി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഈ താങ്ക് യു പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മാം എന്നോട് പറഞ്ഞു, നിന്റെ ഡ്യൂട്ടി കൗണ്ടറിലാന്ന് പറഞ്ഞു. ഞാൻ ആകെ വണ്ടറടിച്ചു പോയി. ഞാൻ ഓടിപ്പോയിട്ട് നമ്മുടെ ഡ്യൂട്ടി ലിസ്റ്റിൽ പോയി നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ പേര് കൗണ്ടർ ലിസ്റ്റിൽ. അപ്പം ബാക്ക് ഓഫീസിലേക്ക് വേറൊരു പുതിയ കുട്ടീനെ എടുത്തപ്പം എന്നെ എന്ത് ചെയ്തു, കൗണ്ടറിലേക്ക് ഇട്ടു. ആ കുട്ടീനെ ശരിക്കും കൗണ്ടറിലേക്ക് എടുത്തതാണ്. പക്ഷെ മാം എന്ത് ചെയ്തു, ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് എന്നെ കൗണ്ടറിലേക്ക് ആക്കി. എന്നിട്ട് ഞാൻ കൗണ്ടറിൽ എനിക്ക് ഡ്യൂട്ടിയൊക്കെ ആയി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കൗണ്ടറിൽ ഇരിക്കാന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ ആ ഒരു ഇതിൽ നല്ലതാ, ഏറ്റവും ബെസ്റ്റാണ്. ബാക്ക് ഓഫീസിൽ ഇരിക്കുക എന്നുള്ളത്, ബാക്ക് ഓഫീസ് കഴിഞ്ഞ് മിയാഡ്സ് ലോഞ്ചും കൊണ്ട് നിർന്നു. പിന്നെ മിയാഡ്സ് ലോഞ്ചിലെ VIP പേഷ്യൻ്റ് പാസഞ്ചറിനെയും കൊണ്ട് ഞാൻ അവിടെ പോകണം. അവിടെ റൺവേയിൽ പോവാണ്. റൺവേയിൽ ഭയങ്കര വെയിലായിരിക്കും. ആകെപ്പാടെ മൊത്തം കരുവാളിച്ച് പോകും. റൺവേയിൽ ചിലപ്പം കുറച്ച് നേരം നിൽക്കേണ്ടി വരും. ഇവർ കയറി പോകുന്നോളം വരെ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് ആർക്കും വലിയ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ എന്തായാലും എനിക്ക് കൗണ്ടറിൽ ജോലി കിട്ടി. അപ്പം എന്താ വെച്ചാൽ ഈ ബോർഡിംഗ് പാസ്സൊക്കെ ഇഷ്യൂ ചെയ്ത് കൊടുക്കൂലേ. അപ്പം അങ്ങനെ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് ഗ്രൗണ്ട് ഹോസ്റ്റസ്, ഞാൻ ഹോസ്റ്റസ് എന്നുള്ള ഒരു ഇതിലേക്ക് എനിക്ക് സെലക്ഷൻ ആയതാണെങ്കിൽ എനിക്ക് ആ പോസ്റ്റ് അന്നപ്പം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ഗ്രൗണ്ട് ഹോസ്റ്റസ് തന്നെ നിൽക്കുക ചെയ്തേ. അങ്ങനെ ഞാൻ കൗണ്ടറിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ എൻജോയ് ചെയ്ത് എൻ്റെ വർക്കൊക്കെ ചെയ്തു. എനിക്ക് ഹിന്ദി നന്നായിട്ട് പറയാം. ഹിന്ദി പാസഞ്ചേഴ്സ് വരുമ്പോൾ ഞാൻ നന്നായിട്ട് ഹിന്ദി പറയും. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡായിരുന്നു അത്. ഞാൻ വർക്ക് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡായിരുന്നു എയർപോർട്ട് ലൈഫ്. അങ്ങനെ എയർപോർട്ട് ലൈഫിൽ ഞാൻ നിൽക്കുമ്പം എന്നെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ദിവസം അച്ചാച്ചി വന്നു എയർപോർട്ടിൽ. അന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബ്രദർ ടോമിച്ചാൻ അന്ന് കോഴിക്കോട് നിന്ന് UAE പോകാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പം അച്ചാച്ചി എന്ത് ചെയ്തു, ആ വണ്ടിക്ക് ഇങ്ങ് വന്നു. വണ്ടിക്ക് വന്നിട്ട് അച്ചാച്ചി ഇങ്ങനെ എന്നെ അവിടുന്ന്, അച്ചാച്ചി വരുന്നു എന്ന് ഞാൻ അറിഞ്ഞ് എനിക്ക് എന്നെ വിളിക്കുമോ എന്തോ ചെയ്തെന്ന് തോന്നുന്നു. ആ ഹോസ്റ്റലിൽ ഫോൺ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ വിളിച്ചിട്ട് പറഞ്ഞ് നാളെ വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ വേഗം അന്ന് ബാൽക്കണിയുടെ അന്ന് അകത്ത് കയറ്റുന്ന പരിപാടിയില്ല, ബാൽക്കണിയിലൂടെ പോയിട്ട് അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ. അന്ന് ഇന്റർനാഷണൽ എയർപോർട്ട് വന്നിട്ടില്ല, ഡൊമസ്റ്റിക് എയർപോർട്ട് മാത്രമേ ഉള്ളൂ. ഡൊമസ്റ്റിക് സർവീസ് മാത്രമേ ഉള്ളൂ അന്ന്. എല്ലാവരും കണക്ഷൻ ഫ്ലൈറ്റ് എല്ലാം പിന്നെ ബൺട്രാസിന്നോ
ബോംബെയിൽ നിന്നും ഒക്കെയാണ്, കൊച്ചിയിൽ നിന്നും ഒക്കെയാണ് എല്ലാവരും കയറുക. അങ്ങനെ ഞാൻ അച്ചാച്ചി വരുന്നെന്ന് പറഞ്ഞ് ബാൽക്കണി ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു വെച്ച് അച്ചാച്ചിനെ ആ ബാൽക്കണിയിലൂടെ മേലെ കൊണ്ടുവന്ന്. അപ്പം ഞാൻ കാണാനായിട്ട് ചെന്നു. എത്ര മണിക്കാണ് വരുന്നതെന്നുള്ളത് ഏകദേശം പറഞ്ഞല്ലോ. അപ്പം ടോമിച്ചായൻ അകത്തോട്ട് വന്നല്ലോ. ടോമിച്ചായൻ അകത്തോട്ട് വന്നപ്പം എൻ്റെ കൗണ്ടറിൽ വന്നു. എന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ കൗണ്ടറൊക്കെ ആരെയോ ഏൽപ്പിച്ചിട്ട് ഞാൻ ഓടിപ്പോയി അച്ചാച്ചിനെ പോയിട്ട് കണ്ട്. അപ്പം എന്നെ ഒരു യൂണിഫോം, ഞാൻ ഏകദേശം ഈ കളറിലുള്ള ഏകദേശം ഒരു യൂണിഫോം, ഇവിടെ ഒരു ടൈ ഉണ്ടായിരുന്നു, യെല്ലോ ടൈ ഒക്കെ ആയിട്ട്, പിന്നെ ഡ്രസ്സ് ഏകദേശം ഇങ്ങനെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, എല്ലാം നല്ല യൂണിഫോമുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ. സാരി അല്ലായിരുന്നു, ഇതേ ഒരു കോട്ട് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഫാദറിൻ്റെ അടുത്ത് ഓടിച്ചെന്നു. അച്ചാച്ചിനെ കണ്ടു. അച്ചാച്ചിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ എന്നിട്ട് മേലെ കയറ്റി വിട്ടിട്ട് ഞാൻ പിന്നെ എൻ്റെ ഫ്ലൈറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ എന്നിട്ട് മേലെ ചെന്ന് അവിടെ റെസ്റ്റോറൻറ്റിൽ ചെന്നു. അവിടുന്ന് ഞാൻ ഫാദറിന് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പോകണമല്ലോ, ഡ്രൈവറൊക്കെ അല്ലേ വന്നേ. അങ്ങനെ അവർ തിരിച്ചു പോയി. പിന്നീട് എനിക്ക് അതേപോലെ ഒരു സന്തോഷം കിട്ടിയ ഒരു വ്യക്തി എന്നെ വന്ന് കണ്ടതെന്ന് വെച്ചാൽ സാജു അച്ഛൻ എന്ന് പറഞ്ഞ, അറക്കലെ സാജു അച്ഛൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് പുള്ളി ജീവിച്ചിരിപ്പില്ല. സാജു അച്ഛൻ എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നെക്കാൾ സീനിയർ ആയിരുന്നു. ഞങ്ങൾ പിന്നെ മിഷ്ലിങ്ങിനൊക്കെ ഞങ്ങൾ ഒത്തിരി ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സാജു അച്ഛൻ, പിന്നെ കിടാരത്തിലെ ഒരു മനോജ് അച്ഛനുണ്ട്. മനോജ് അച്ഛൻ ഇപ്പോഴുണ്ട് ഇവിടെ ഉളിക്കല്ലിലെങ്ങാണ്ട് അച്ഛനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം സാജു അച്ഛൻ, അറക്കിലെ സാജു അച്ഛൻ, അന്ന് സാജു അച്ഛൻ ബ്രദറായിരുന്നു. അപ്പം ഞാനിവിടെ എയർപോർട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ആരെയോ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. അപ്പം എങ്ങനെയാണോ ആരോടോ പറഞ്ഞങ്ങാണ്ട് വിട്ടു, ഡാലിയ എന്ന് പറഞ്ഞ മൊദുലഫ്ത് എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ എനിക്കൊന്ന് കാണണമായിരുന്നു. ഞങ്ങളുടെ യൂണിഫോമിലുള്ള ആരോട് പറഞ്ഞു വിട്ടു. അവർ വന്ന് താഴെ വന്നു പറഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് നേരെ ഇവിടെ വന്നു, റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ കണ്ടു. അച്ഛനോട് കുറേ നേരം സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു, എന്തായാലും നന്നായി ഡാലിയ. പിന്നെ ഞാൻ അന്വേഷിച്ചിരുന്നു ഡാലിയ എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചപ്പം എൻ്റെ ഇളയ ബ്രദറാ പറഞ്ഞേ, റോയിച്ചാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ കോഴിക്കോട് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ കാണാൻ വന്നു. പക്ഷേ ഞാൻ പിന്നെ എന്താ പറയുക, കുറച്ച് നാൾ കഴിഞ്ഞപ്പം അച്ഛൻ മരിച്ച വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. എനിക്ക് അതൊക്കെ നമ്മുടെ അല്ലേ എന്താ പറയുക, പോട്ടെ സാരല്ല, നെഗറ്റീവ് എനർജി നമ്മൾ കൂടുതൽ മനസ്സിലേക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ സ്വർഗത്തിൽ എന്തായാലും സാജു അച്ഛൻ ഇത് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ എൻ്റെ എയർപോർട്ട് ലൈഫിൽ ഞാൻ പിന്നെ ഒത്തിരി നല്ല എൻജോയ് ചെയ്ത് ഞാൻ ആ ജോലി ചെയ്തു കേട്ടോ. എൻജോയ് ചെയ്ത് തന്നെ ഞാൻ ആ ജോലി ചെയ്തു. നല്ല സൂപ്പറായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ എഫേർട്ട് മൊത്തം ഞാൻ അവിടെ ഇട്ട് ഞാൻ വർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആയിരിക്കുന്ന പൊസിഷൻ സൂപ്പറാക്കിയാൽ നെക്സ്റ്റ് പൊസിഷൻ നമ്മളെ തേടിയെത്തുമെന്ന്. ഇപ്പം ഞാൻ ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തെടുത്ത് വേണമെങ്കിൽ ആ സാറിന് വിചാരിക്കായിരുന്നില്ലേ, ഡാലിയ പോയി കഴിഞ്ഞാൽ ആ രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന ബുക്കുകൾ മുഴുവൻ ആരെഴുതും, അതുകൊണ്ട് പിന്നെ അവളെ പറഞ്ഞു വിടണ്ട എന്ന് സാറ് ചിന്തിച്ചില്ലല്ലോ. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ആയിരുന്ന പൊസിഷൻ ഞാൻ നല്ല സൂപ്പറാക്കിയത് കൊണ്ടാണ് സാർ എന്നെ ചെയ്തത്, എന്നെ മോദത്തിലേക്ക് തന്നത് അല്ലേ. മനസ്സിലായോ? നമ്മളായിരിക്കുന്ന പൊസിഷൻ എപ്പോഴും നമ്മൾ സൂപ്പറാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് പൊസിഷൻ വണ്ടിയും വിളിച്ച് നമ്മുടെ അടുത്തേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞില്ല, അല്ല ഫ്ലൈറ്റും പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞില്ലേ മക്കളെ. ഇതൊക്കെ തന്നെയാണ്. അപ്പം അവിടെ ഞാൻ ഇതേപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ വർക്ക് എല്ലാവരും 5 മണിക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ 5:30 ആയിരിക്കും പോവുക. കാരണം എനിക്ക് കുറച്ചും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു. അന്നെന്നുള്ളത് ഞാൻ പെൻഡിങ് തീർത്തിട്ടേ ഞാൻ പോവാറുള്ളൂ. അങ്ങനെ മൊദുലഫ്ത് എയർലൈൻസിലും ഞാൻ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് എൻ്റെ ആ പ്രസന്റ് പൊസിഷൻ ഞാൻ നല്ല സൂപ്പർ ആക്കിയപ്പോൾ ഒരു ദിവസം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാലിയ നിനക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എറണാകുളത്തേക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു അതെ, നീ എറണാകുളത്തേക്ക് പോയിക്കോ, അവിടെ NEPC എയർലൈൻസിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഓർഡർ ഇതാന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു, എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അവിടുത്തെ എനിക്ക് തന്നു. അപ്പം ഞാൻ ആകെ പെട്ടെന്ന് എനിക്ക് അങ്ങ് വിഷമമായി. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെയാണ്, ഞാൻ എയർപോർട്ടും എല്ലാം ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇത് അറ്റാച്ച്ഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. NEPC എയർലൈൻസിലെ പിന്നെ യൂണിഫോം സാരിയാണ്. എനിക്ക് സാരി വലിയ ഇഷ്ടമൊന്നുമില്ല.
അങ്ങനെ എന്നിട്ട് എന്നാലും ഞാൻ സാറിന് ചോദിച്ചു, ആ സാർ അങ്ങനെ എല്ലാവരും എന്താ സാർ അങ്ങനെ പെട്ടെന്ന്, അത് സാരില്ല നീ അങ്ങോട്ട് പൊയ്ക്കോ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാർ എന്ന് പറഞ്ഞു. അതാ സാർ എന്താ പറഞ്ഞാൽ അത് ഞാൻ ഒബേ ചെയ്യാണ്. സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ സാർ എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും സാർ എനിക്ക് ദോഷമായ രീതിയിലൊന്നും ചെയ്യില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്താ വിചാരിച്ചേ, ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു, എടി നിനക്ക് നല്ല പണി കിട്ടിയിട്ട് നിനക്ക് കുറച്ച് കൂടുതലായിരുന്നല്ലോ, ആത്മാർത്ഥത നിനക്ക് കുറച്ച് കൂടുതലല്ലായിരുന്നു, നിനക്ക് കിട്ടിയില്ല, നിനക്കിട്ട് പണി കിട്ടിയിടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഇന്ന് പോ, എല്ലാവരും എന്നോട് പറയാൻ നിനക്കിട്ട് പണി കിട്ടി, കാരണം വേറെ ആർക്കും ട്രാൻസ്ഫർ ഇല്ല. പിന്നെ ഞങ്ങളുടെ എയർപോർട്ട് മാനേജറായിട്ടുള്ള മാമിന് മാത്രം പിന്നെ ട്രാൻസ്ഫറാണ് ബോംബെക്കെന്ന് പറഞ്ഞു. ബാക്കി എനിക്കും മാമിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. എന്നിട്ട് എല്ലാവരും എന്നോട് പറഞ്ഞു നിന്റെ ആത്മാർത്ഥതയുടെ കൂടുതൽ കാരണം നിനക്കിട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കി. ഞാൻ പക്ഷേങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു എന്നെ അങ്ങനെയൊന്നും സാർ എന്നെ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ട് ഞാൻ സാർ എന്താ പറഞ്ഞത് അതങ്ങ് ഒബേ ചെയ്തു. സാർ